ബിഗ് ബോസ് മലയാളം സീസൺ 7 അഞ്ചാം വാരത്തിലേക്ക് കടക്കുകയാണ്. ഗെയിമിൽ ഒരു വലിയ അഴിച്ചുപണിക്ക് നിർമ്മാതാക്കൾ പദ്ധതിയിട്ടതായി തോന്നുന്നു. അതുല്യമായ ടാസ്കുകൾ, വൈകാരിക നിമിഷങ്ങൾ, അപ്രതീക്ഷിതമായ പുറത്താകലുകൾ എന്നിവ നിറഞ്ഞ ഒരു തീവ്രമായ മാസത്തിന് ശേഷം ഈ വാരാന്ത്യത്തിൽ വൈൽഡ് കാർഡ് മത്സരാർത്ഥികളുടെ ഒരു പുതിയ ബാച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ വ്യാപകമാണ്. സോഷ്യൽ മീഡിയയിലും ഫാൻ പേജുകളിലും പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 5 വൈൽഡ് കാർഡ് എൻട്രികൾ ഈ സീസണിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ എൻട്രികളുടെ സമയം തന്ത്രപരമായി തോന്നുന്നു. കാരണം ഷോയുടെ അവതാരകനായ മോഹൻലാൽ യാത്രാ പരിപാടികൾ കാരണം ഈ വാരാന്ത്യത്തിലെ എപ്പിസോഡിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് കാഴ്ചക്കാരെ അറിയിച്ചിരുന്നു. അവതാരകൻ വേദിക്ക് പുറത്തായതിനാൽ ഉയർന്ന വോൾട്ടേജ് സർപ്രൈസുകൾ നൽകി എപ്പിസോഡ് അദ്ദേഹത്തിന്റെ അഭാവത്തിന് പരിഹാരമാകുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു. ചാനൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തുവിട്ടില്ലെങ്കിലും നിരവധി പേരുകൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. വൈൽഡ് കാർഡ് എൻട്രികളിലെ നടൻ ബാല, പ്രശസ്ത സോഷ്യൽ മീഡിയ അഭിമുഖ മസ്താനി, മോഡൽ വ്യാസൻ, ട്രാൻസ് വുമൺ ആക്ടിവിസ്റ്റ് ഹെയ്തി സാദിയ എന്നിവരും ഉൾപ്പെടുന്നു. രസകരമെന്നു പറയട്ടെ, വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാൾ സാധാരണക്കാരനായിരിക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിച്ചത് വിവിധ മേഖലകളിൽ നിന്നുള്ള 19 മത്സരാർത്ഥികളുമായിട്ടാണ്. അടുത്തിടെ സംയുക്ത മത്സരാർത്ഥിയായി വീട്ടിൽ പ്രവേശിച്ച ആദിലയെയും നൂറയെയും വ്യക്തിഗത പങ്കാളികളായി പ്രഖ്യാപിച്ചപ്പോൾ മറ്റൊരു രസകരമായ ട്വിസ്റ്റ് സംഭവിച്ചു. ഇത് അവർക്ക് അവരുടെ സ്വന്തം കളി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചു. പുതിയ വൈൽഡ് കാർഡ് മത്സരാർത്ഥികളുടെ പ്രവേശനത്തോടെ സഖ്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. മത്സരങ്ങൾ രൂക്ഷമാകാം. കളിയുടെ വേഗത ഗണ്യമായി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലെ ഹൗസ്മേറ്റ്സ് പുതുമുഖങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും ബിഗ് ബോസ് വീട്ടിൽ എന്തു പുതിയ നാടകീയതയാണ് വികസിക്കുന്നതെന്നും കാണാൻ ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.